ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, VV Entertainment എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ടാറ്റ പഞ്ചാണ്. ഇത് ടാറ്റ പഞ്ചിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. അതായത് അഡ്വഞ്ചർ എന്നാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. 4 വേരിയൻസ് ആണ് നമുക്ക് വരുന്നത്. പ്യുവർ, അഡ്വഞ്ചർ, അക്കംപ്ലിഷ്ഡ്, ക്രിയേറ്റീവ് എന്നിങ്ങനെയാണ് പഞ്ചിനകത്ത് വരുന്ന വേരിയൻസുകൾ. ഇതിൽ തന്നെ പ്യുവറും അഡ്വഞ്ചറും നമുക്ക് റിതം പാക്ക് കൂടി നമുക്ക് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് വേരിയൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു അഡ്വഞ്ചർ എന്ന ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് റിതം പാക്ക് അവൈലബിൾ ആണ്. അത് നോർമൽ വാഹനവുമായിട്ട് ഏകദേശം ഒരു 40,000 രൂപയുടെ ഒരു വ്യത്യാസമാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് റിതം പാക്കുള്ള വാഹനമല്ല, നോർമൽ വാഹനമാണ്, സെക്കൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് വ്യത്യാസം? 40,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു 2D ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. പക്ഷേ റിതം പാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, അതുപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അത് കസ്റ്റമർ ചോയ്സാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ റിതം പാക്ക് ചൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്വഞ്ചർ എന്ന ഈ ഒരു വേരിയൻ്റ് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം റിതം പാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഇൻബിൽട്ടായിട്ട് വരുന്ന ആ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റവും റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് വരാം. ഇതിൻ്റെ ജസ്റ്റ് ഒരു ബേസ് മോഡലിൻ്റെ പ്രൈസ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ ഒരു ബേസ് മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7,66,000 രൂപ റേഞ്ചിൽ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതായത് പഞ്ചിൻ്റെ ബേസ് മോഡലിന് 766 റേഞ്ചിലാണ് ഓൺ റോഡ് വരുന്നത്. ഈ കിടക്കുന്നത് സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് കൂടി വരുന്നുണ്ട്. മാനുവൽ ആണെങ്കിൽ 868 ഓൺ റോഡ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 941 നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. ഇതിൽ നിന്നും 40,000 രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിതം പാക്ക് വരുന്ന വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യം, നമുക്ക് 2023 മോഡൽ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിന് നല്ലൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഡീലർ ഭാഗത്തുള്ള ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഡീലർ ഭാഗത്തുള്ള ഡിസ്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് വീഡിയോക്കകത്ത് പറയാൻ സാധിക്കുകയില്ല. കാര്യം വേറെ ഡീലർഷിപ്പുകളൊക്കെ ഒരു പക്ഷേ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ പ്രശ്നങ്ങളിലേക്ക് കലാശിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ജസ്റ്റ് താഴെ ഒരു നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, ഡിസ്കൗണ്ടിനെ കുറിച്ച് സംസാരിക്കുക. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് നമ്മുടെ മുത്തൂറ്റ് ടാറ്റയുടെ ഡീലർഷിപ്പിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. മുത്തൂറ്റ് ടാറ്റയുടേതാണ് ഡീലർഷിപ്പ് വരുന്നത്. അപ്പോൾ അതാണ്ട് ടാറ്റ മോട്ടോഴ്സ് മുത്തൂറ്റ് ടാറ്റയുടെ ഡീലർഷിപ്പാണ് വരുന്നത്. കൊല്ലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ലൊക്കേഷനെ കുറിച്ച് ഡൗട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്കറിയാം, നമുക്ക് സേഫ്റ്റി വൈസ് ഒരുപാട് മുന്നിൽ നിൽക്കുന്നൊരു വാഹനമാണ്. അഫോർഡബിളായിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു SUV ആണ്. ഒരു മാസം ഏകദേശം ഒരു 15,000-ഓളം വാഹനങ്ങളാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനവും ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു സമയത്ത് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. എടുത്തതിന് ശേഷം ആ എക്സ്ട്രാ നിങ്ങൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ EMI പറഞ്ഞില്ല, അത് മറന്നു പോയാൽ മതി. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ ഒരു 50,000 രൂപയ്ക്ക് അടച്ചാൽ നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. 5 വർഷമാണെങ്കിൽ ഏകദേശം ഒരു 17,000 റേഞ്ചിൽ EMI വരുന്നുണ്ട്. 7 വർഷമാണ് എന്നുണ്ടെങ്കിൽ ഒരു 13,000 റേഞ്ചിൽ നമുക്ക് EMI നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വിട്ടുപോയതാണ് EMI പറയാനായിട്ട്. ഇനി ഫീച്ചേഴ്സ് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഇത് DRL-അല്ല, ജസ്റ്റ് പാർക്ക് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. DRL പോലെ നമുക്ക് തോന്നിക്കുകയുള്ളൂ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അത് പാർക്ക് ലൈറ്റ് ആണ്. DRL-ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചെറിയൊരു വൈറ്റ് ബൾബ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ DRL പോലെ തോന്നിക്കുകയുള്ളൂ. താഴെ വരുന്ന സമയത്ത് ഹെഡ്ലാമ്പ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലാണ് ഹെഡ്ലാമ്പ് നൽകിയത്. ഒരു സ്ക്വയർ പോലെ തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഹാലജൻ ടൈപ്പാണ്, പ്രൊട്ടക്ട് ടൈപ്പ് ഒന്നും അല്ല വരുന്നത്. ഫോഗ് ലാമ്പിൻ്റെ സ്ലോട്ട് ഉണ്ട്. ഫോഗ് ലാമ്പ് നിങ്ങൾ രണ്ടാമത് ചെയ്യണം. ഡെലിവറി സമയത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്ത് ഉപയോഗിക്കാം. എയർ ഇൻടേക്കൊക്കെ നൽകിയിട്ടുണ്ട്, അതൊക്കെ കൊള്ളാം. പിന്നെ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ട്രൈ ആരോ ഡിസൈൻ പാറ്റേൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ 5 EV, ഇതിൻ്റെ തന്നെ EV മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ലുക്കല്ല വരുന്നത് EVക്ക്. ഇവിടെയും ചെറിയൊരു എയർ ഇൻടേക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഗ്രില്ലിലേക്കാണ് ഈ ഒരു പോർഷനിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്. ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ് യൂസ് ചെയ്തത്. ചെറിയൊരു എന്താ പറയുക, എയർ ഇൻടേക്ക് പോലെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഹോൺ അവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ടാറ്റയുടെ ലോഗോ മനോഹരമായിട്ട് തന്നെ ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്തു. താഴ്ഭാഗത്തേക്ക് ഒരു ബ്ലാക്ക് ഫിനിഷാണ് കാണാൻ സാധിക്കുന്നത്. ഹുഡിൻ്റെ പോർഷനിൽ ആ ഒരു ട്രൈ ആരോ ഡിസൈൻ പാറ്റേണിൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്യാരക്ടർ ലൈനൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. വേറെ ഒന്നുമില്ല ഫ്രണ്ട് പോർഷനിൽ ഇത് പറയാനായിട്ട്. ഒരു SUV വാഹനമാണ്. ആ ഒരു ഭയങ്കര ഗാംഭീര്യവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന ഒരു വാഹനമാണ്. അതിൻ്റേതായ ഒരു ഗാംഭീര്യമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇങ്ങനെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. മോശമല്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വീൽ കപ്പ് നൽകിയിട്ടുണ്ട്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ് വീൽ കപ്പ് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അലോയും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല. C8-ൻ്റെ ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 185/15 അതായത് 15 ഇഞ്ചാണ് ഈ ഒരു വാഹനത്തിലെ ടയർ വരുന്നത്. ഡുവൽ എയർ ബാഗ്, ഡുവൽ ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. ക്ലാഡിംഗ് ഒക്കെ ചുറ്റും പോർട്ടലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നല്ല തിക്നെസ് ഉള്ള രീതിയിലാണ് ഇവിടെയൊക്കെ ബ്ലാക്ക് ക്ലാഡിങ്ങുകൾ വരുന്നത്. മിററിലേക്ക് വരുന്ന സമയത്ത്
മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ക്രോം എലമെൻറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈ സൈഡിൽ വരുന്നില്ല. ബോഡി കളറാണ് ഡോർ ഹാൻഡിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് മോശമല്ലാത്ത രീതിയിൽ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ലെങ്തിലേക്കൊക്കെ ഒന്ന് കടന്നു കഴിഞ്ഞാൽ 3827 mm ലെങ്ത് ഉണ്ട്, 1615 mm ഹൈറ്റ് ഉണ്ട്, 1742 mm വിട്ട് വരുന്നുണ്ട്, 2445 mm വീൽ ബേസും 187 mm എന്ന മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കൂടി ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഉള്ള അവിടെയൊക്കെ പറയാനായിട്ട്. ഇതിൻ്റെ ഒരു ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് ഡോർ ഹാൻഡിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി അങ്ങ് റിയറിലേക്ക് വരാം. റിയറിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ. ഇപ്പോൾ ഒരു സെക്കൻഡ് വേരിയൻ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലൊന്നുമല്ല റിയർ പ്രൊഫൈൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയ ടെയിൽ ലാമ്പാണ്, അതിൽ തന്നെ ട്രൈയാറോടെ ഡിസൈൻ എലമെൻറ്റ് കാണാം. ഡിഫോഗർ ലൈൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരികയില്ല. പഞ്ചിൻ്റെ ഒരു ബാഡ്ജിങ്ങും ടാറ്റയുടെ ലോഗോയും വരുന്നുണ്ട്. താഴ്ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബമ്പറിന് കുറച്ച് വലിപ്പം തോന്നുന്ന രീതിയിലാണ് കമ്പനി ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 60-40 സ്പ്ലിറ്റിംഗ് വരുന്നില്ല, ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിന് വരുന്നത്. സ്പെയർ ടയർ ഈ ഒരു പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പത്രമുള്ള അവിടെ പറയാം. ഇനി നേരെ നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ നേരെ അകത്തേക്ക് വരാം. അപ്പോൾ അതാണ് ഈ ഒരു പോർഷനിലായിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 24 years 50 lakhs കാർ സെയിൽ, അതിൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ നൽകിയിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് അവൈലബിൾ ആണ്. ഇതാണ് കീ വരുന്നത്, ഫ്ലിപ്പ് കീ ആണ് വരുന്നത്. ഒറ്റ കീയിൽ മാത്രമേ നമുക്ക് റിമോട്ട് കൺട്രോൾ വരുന്നുള്ളൂ. ഈ ഒരു രീതിയിലാണ് കീ നൽകിയിട്ടുള്ളത്. അകത്തേക്ക് കയറാം. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. അകത്തേക്ക് കയറുന്ന സമയത്ത് ഇതാണ് ആദ്യം തന്നെ ഡോർ പാഡിലേക്ക് നോക്കും. ഡോർ പാഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് കാണാം. ഡോർ പാഡിൽ 4 ഡോർ പവർ വിൻഡോ, മിറർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബോട്ടിൽ വെക്കാം, അതുപോലെ തന്നെ ഇവിടെ അംബ്രല്ല വെക്കാനുള്ളൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഡ്രൈവ് മോഡിൻ്റെ ഒരു കൺട്രോൾ നൽകിയിട്ടുണ്ട്. എക്കോ എന്ന ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, സിറ്റി വരുന്നുണ്ട്. എക്കോയും സിറ്റി അത് രണ്ടുമാണ് വരുന്നത്. ഇവിടെയും ശകലം സ്റ്റോറേജ് സ്പേസ് കമ്പനി നൽകിയിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വരുന്നില്ല. പക്ഷേ ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതാണ് നേരെ നമുക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് നമുക്ക് ഡാഷ്ബോർഡിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഡാഷ്ബോർഡ് കമ്പനി ഡിസൈൻ ചെയ്തു. കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോകുന്ന സമയത്തും നല്ല രസത്തിൽ തന്നെയാണ് ആ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഡ്രൈവ് മോഡ് മാറുന്നതാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ അറിയാൻ പറ്റും. കണ്ടോ, എക്കോ സിറ്റി എന്നൊരു ഡ്രൈവ് മോഡ് ആ ഒരു രീതിയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ന്യൂട്രലാണ് വാഹനം കിടക്കുന്നത്. അത് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു ഡോർ തുറന്ന് കിടക്കുക, അതെല്ലാം അത്യാവശ്യം വേണ്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ആ ഒരു പോർഷനിൽ തന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ 2D നമ്മുടെ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് കമ്പനി നൽകിയിട്ടുള്ളത്. AC വെന്റ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. കുറച്ച് താന്നിരിക്കുന്ന രീതിയിലാണ് AC വെന്റ് നൽകിയത്. ടച്ച് സ്ക്രീൻ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗി വരും എന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ റിതം ബാക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ കുറച്ച് കൺട്രോൾസ് ഒക്കെ ഇവിടെയായിട്ട് വരുന്നുണ്ട്. AC ഓട്ടോമാറ്റിക് ഒന്നുമില്ല, മാനുവലി കൺട്രോൾ ചെയ്യണം. ഇവിടെയായിട്ട് 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് നൽകി. ഇവിടെയും നമുക്ക് ചെറിയൊരു USB സ്ലോട്ട് നൽകി. പിന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക്കിന് ഏകദേശം ഒരു 22 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് കമ്പനി പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കമ്പനി നൽകിയിട്ടുണ്ട്. ട്രൈ ആരോ ഡിസൈൻ എലമെൻറ്റുകൾ സീറ്റിലെല്ലാം നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് മിറർ നമുക്ക് ഈ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ടോപ്പിലായിട്ടൊരു ലൈറ്റ് വരുന്നുണ്ട്, മിറർ നൽകിയിട്ടുണ്ട്, ടിക്കറ്റ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കമ്പനി ഈ ഒരു വാഹനത്തിന് ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വേണ്ടുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. എക്സ്ട്രാ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് റിയർ സീറ്റിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങൾ നോക്കാം. ഇനി റിയർ സീറ്റിലേക്ക് വരാം. ജസ്റ്റ് ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടേക്കാം, നമുക്കത് ഹുഡിലേക്ക് പോകേണ്ടതാണ്. പിന്നെ റിയർ സീറ്റിലേക്ക് വരാം. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സീറ്റ് ഞാൻ മാക്സിമം പിറകിലേക്കാണ് ഇട്ടേക്കുന്നത്. എന്നിരുന്നാലും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട്. ഡോർ പാഡിൽ പറയേണ്ട ഒരു കാര്യം, ഫ്രണ്ടിൽ പറഞ്ഞ സെയിം തന്നെയാണ്. സ്റ്റോറേജ് സ്പേസും അതിൽ കളർ കോമ്പിനേഷൻസും ഒക്കെ പറയാൻ സാധിക്കും. പിന്നെ കുറച്ച് അകത്തേക്ക് ഇരിക്കാം. സെൻട്രൽ ടണലൊന്നും ഒരുപാട് ഹൈറ്റ് ഒന്നും വരുന്നില്ല. ഫ്ലാറ്റായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നടുക്കിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാം. ഇവിടെ ശകലം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഫോണും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് സാധിക്കും. സ്കൂപ്പ് രീതിയിലുള്ള സീറ്റ് ഡിസൈനിങ് ആണ് വരുന്നത്. വേറെ ഒന്നുമില്ല പറയാം, തലതട്ട ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 3 പേർക്ക് വളരെ കംഫർട്ടായിട്ടിരിക്കാം. പാസഞ്ചർ ഉള്ളതുകൊണ്ട് സാധനങ്ങൾ വെക്കാനും എടുക്കാനും കുറച്ച് എളുപ്പമായിരിക്കും.
അഡ്ജസ്റ്റബിൾ അല്ല ഹെഡ് റെസ്റ്റ് കമ്പനി നൽകിയത്. ഇവിടെ നേരെ നമുക്ക് എൻജിനിലേക്ക് പോകാം. എൻജിനിലേക്ക് വരുന്ന സമയത്ത് 1.2 ആണ് എൻജിൻ വരുന്നത്. 1.2 3 നമുക്ക് ആ ഒരു ഹുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഒരു ചെറിയ വാഹനമാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള വെയിറ്റ് നമുക്ക് വരുന്നുണ്ട്. 3 സിലിണ്ടറാണ് നമ്മുടെ എൻജിൻ വരുന്നത് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്കൊരു ഇതിൻ്റെ ഒരു മാനുവൽ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18.97 ഓട്ടോമാറ്റിക്കിന് 22.4 മൈലേജ്, 87 PS 115 Nm വാഹനത്തിൻ്റെ ഒരു ടോർക്ക് വരുന്നത്. ഇൻസുലേഷനൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുപാട് നോയ്സ് ഒന്നും നമുക്ക് അകത്തേക്ക് വരികയില്ല. വേറെ ഒന്നുമില്ല ഇവിടെ നിന്ന് പറയാനായിട്ട്, ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണ്. സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിരിക്കുകയില്ല. ഒരു ടോപ്പ് എൻഡ് വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ ഒരു അലോയ് ആഡ് ചെയ്യുക, പിന്നെ ടച്ച് സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ ടച്ച് സ്ക്രീനോടെ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. EMI ഒക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 7 വർഷം വരെ ചെയ്യാനായിട്ട് പറ്റും. കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 50-60 വരെ സ്വന്തമാക്കാം. 23 മോഡൽ വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ വേറൊന്നുമില്ല പറയാൻ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.